शोला जल बुझाऊं मुझे ഷോലാ ഥ ജൽ ബുജാഹും. ഞാൻ കത്തിയെരിഞ്ഞ ഒരു കനലായിരുന്നു. അത് കെട്ടടങ്ങിയിട്ടുണ്ട്. ആ കനൽ എരിഞ്ഞു തീർന്നിട്ടുണ്ട്. പക്ഷെ ഇനിയൊരു കാറ്റടിച്ചാൽ ആ കനൽ വീണ്ടും എരിയാൻ തുടങ്ങും. मैं कब का जा चुका हूँ, मैं कब का जा चुका हूँ, सदा मुझे न दो. ആ എരിച്ചിൽ ചിലപ്പോൾ ഒരു അഗ്നിഗോളത്തിലേക്ക് മാറാം. ഷോലാഥ ജൽ ബുജാഹു ഹവായെ മുജേ എന്നതു. കാറ്റെ, എന്നിലേക്ക് ഇനിയും വീശിയടിക്കാതെ. ഞാൻ എരിഞ്ഞ് ഒടുങ്ങിയ അടങ്ങിയ ഒരു കനലാണ്. നിങ്ങൾ കാറ്റ് വീശിയടിക്കുന്ന സമയത്ത്, ഓർമ്മകളാകുന്ന കാറ്റ് ഉള്ളിലേക്ക് അടിക്കുന്ന സമയത്ത്, എൻ്റെ ഉള്ളിലുള്ള കനൽ, എൻ്റെ ഉള്ളിലുള്ള ഓർമ്മകൾ വീണ്ടും കത്തിയാളാൻ തുടങ്ങും. അതൊരു അഗ്നികുണ്ഡം കണക്ക് ആളിപ്പടരാൻ തുടങ്ങും. അതെന്നെ തീർത്തും നശിപ്പിച്ചു കളയും. അതുകൊണ്ട് കാറ്റെ, നീ എന്നിലേക്ക് വീശിയടിക്കരുത്. ഓർമ്മകളെ, നിങ്ങൾ എന്നിലേക്ക് പറന്നു വരരുത്. ഞാനിപ്പോഴേ കെട്ടടങ്ങിയ കനലാണ്. മേ കബ് ക ജാ ചുക്കാഹും. ഞാനെപ്പോഴേ ഇവിടം വിട്ടുപോയതാണ്. ഞാനെപ്പോഴേ ഈ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് മാറിപ്പോയതാണ്. സദായേ മുജേ എന്നതോ. ഇനി എന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കരുത്. പ്രണയത്തിൻ്റെ വല്ലാത്തൊരവസ്ഥ നേരിട്ട് അതിൻ്റെ യാതനകൾ അനുഭവിച്ച് ആ ഓർമ്മകളിൽ നിന്ന് ഓടി ഒളിക്കാൻ വെമ്പുന്ന ഒരു കാമുക ഹൃദയത്തെയാണ് നമുക്ക് ഈ വരികളിൽ കാണാൻ സാധിക്കും. ഞാൻ എപ്പോഴേ കെട്ടടങ്ങിയ ഈ ഓർമ്മകളിൽ നിന്ന് ഓടി ഒളിച്ച, എല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ച ഒരു കനലാണ്. എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാലും ഉള്ളിൽ ആ കനൽ പതിയെ നീറിക്കൊണ്ടേയിരിക്കും. മറ്റു ഓർമ്മകൾ വരാത്തിടത്തോളം കാലം ആ കനൽ കൊണ്ടൊരു ഉപദ്രവവുമില്ല. അതവിടെ ഇങ്ങനെ കിടക്കുമെന്ന് മാത്രം. പക്ഷെ ഓർമ്മകൾ അതെന്നിലേക്ക് വീശിയടിച്ചു കഴിഞ്ഞാൽ ആ കനൽ ആളിക്കത്തും. ആ കനൽ കത്തി എന്നെ തന്നെ ദഹിപ്പിക്കുമാർ ഒരു അഗ്നികുണ്ഡമായത് മാറും. അതുകൊണ്ട് കാറ്റേ, നീ എന്നിലേക്ക് വീശിയടിക്കാതെ, ആ ഓർമ്മകളെ വീണ്ടും ഉണർത്താതെ. ഞാൻ എപ്പോഴേ ഇവിടം വിട്ടു പോയതാണ്. ഈ ഓർമ്മകളെ ഉപേക്ഷിച്ച് പോയതാണ്. ഇനിയും എന്നെ ആ ഓർമ്മകളിലേക്ക് തിരിച്ചു വിളിക്കാതെ എന്നാണ് അഹമ്മദ് ഫറാസ് പറഞ്ഞു വെക്കുന്നത്.